ഞാൻ നിൽക്കുന്നത് കഴക്കൂട്ടം ടെക്നോ പാർക്കിന് സമീപമായിട്ടാണ്. ഇവിടെ നല്ലൊരു പ്രീമിയം വീട് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ആ ഒരു വീട്. നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. ഞാൻ പ്രഫാസ് വഞ്ഞറമൂട്, ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു വീട് വരുന്നത് ടെക്നോ പാർക്കിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയിട്ടാണ്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കഴക്കൂട്ടം, അതുപോലെ തന്നെ ഇൻഫോസിസ്, അതുപോലെ തന്നെ നമുക്ക് MC റോഡ് എന്നിവയിലേക്കെല്ലാം വളരെയധികം ആക്സസിബിലിറ്റി ഉള്ള ഏരിയയിലാണ് നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു വീട് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് ബാഗേറ്റിൽ നിന്നും വെറും 300 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ. കൂടാതെ തന്നെ നല്ലൊരു കമ്മ്യൂണിറ്റി ഏരിയയിലാണ് നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്തത്. നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് നോക്കിയാൽ അറിയാം, ഈ ഒരു ഭാഗത്തൊക്കെ എല്ലാം വീട് വരുന്നു. കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ എല്ലാം പുതിയ വീടുകളും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഒരു കമ്മ്യൂണിറ്റിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ഏരിയയിലാണ് നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു വീടിന്റെ നിർമ്മിതി എന്ന് പറയുന്നത് 2200 സ്ക്വയർ ഫീറ്റിൽ 5.5 സെന്റിലാണ് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു വീടെന്ന് പറയുന്നത് പൂർണ്ണമായും ചുടുകല്ലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പൂർണ്ണമായും വാസ്തുപ്രകാരം നിർമ്മിച്ച് കിഴക്ക് ദർശനത്തോട് കൂടിയ വീടാണ് നമ്മുടെ ഈ ഒരു വീട്. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് വിശാലമായിട്ടുള്ള ഏരിയ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല ഒരു ഏരിയ തന്നെ നമുക്കിവിടെ വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കിണർ വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്കിവിടെ കോർപ്പറേഷന്റെ പൈപ്പ് കണക്ഷനും അവൈലബിൾ ആണ്. കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് നിങ്ങളുടെ 3-4 വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്ന വലിയൊരു സ്പേസ് തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കാർ പാർക്ക് ചെയ്യാം, കൂടാതെ തന്നെ ആ ഒരു സ്പേസിലും കാർ പാർക്ക് ചെയ്യാം. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു പാർക്കിംഗ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ, ഈ ഒരു ഏരിയയിലായിട്ടും. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് 3-4 കാറിനെ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഈ ഒരു വീടിന് ലഭിക്കുന്നു. നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ 5.5 സെന്റിൽ 2200 സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ ഒരു വീടിന്റെ നിർമ്മിതി വന്നിരിക്കുന്നത്. അതും 5 BHK ഹൗസ് ആണ് കേട്ടോ. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഒതുങ്ങിയിട്ടുള്ള നല്ലൊരു സിറ്റ് ഔട്ട് ഏരിയ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ നമുക്ക് ഡോറ് വരുന്നത് പ്ലാവിൽ തീർത്തിട്ടുള്ള തടിയാണ് ഇവിടെ വരുന്നത്. നമുക്ക് വീടിന്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം.
ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നിങ്ങൾക്കൊരു ക്വാളിറ്റി വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിന് പറ്റിയ ബെറ്റർ ഓപ്ഷനാണ് നമ്മുടെ 5 BHK അടങ്ങിയിട്ടുള്ള ഈ ഒരു വീട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ 2x4 വെർട്ടിഫൈഡ് ക്വാളിറ്റി ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് വിശാലമായിട്ടുള്ള നല്ലൊരു ഹാള് ഇവിടെ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഒരു TV യൂണിറ്റ് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. കൂടാതെ തന്നെ നമുക്കിന്നെ പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ചെറിയൊരു ഏരിയ കൂടി നമുക്ക് ഈ ഭാഗത്തായിട്ട് വരുന്നു. നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു വാഷ് ബേസ്, അതുപോലെ തന്നെ നമുക്ക് ഒരു മിററും ഈ ഒരു ഭാഗത്തായിട്ട് കാണാനായിട്ട് കഴിയുന്നു. നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു മോഡേൺ രീതിയിലുള്ള നല്ലൊരു കിച്ചണാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ഇവിടെ എല്ലാം ക്വാളിറ്റി മെറ്റീരിയൽസ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഇവിടെ നമുക്ക് നല്ലൊരു സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നു. കൂടാതെ തന്നെ നമുക്ക് കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയിലുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നു. കൂടാതെ ഇവിടെ നമുക്ക് ഫേബറിൻ്റെ ഒരു ഇലക്ട്രിക് ചിമ്മിനി വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു കിച്ചണിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് WBCയുടെ അക്കോളിയുടെ ഗ്ലാസ് മാത്രമാണ് നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു കിച്ചൺ സൈഡിലേക്ക് പോകുമ്പോൾ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു സ്റ്റോറേജ് ഏരിയ നമുക്ക് മുകൾഭാഗത്തായാലും അതുപോലെ തന്നെ താഴ്ഭാഗത്തായിട്ടും എല്ലാ ഭാഗത്തും നല്ല രീതിയിലുള്ള സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെ എല്ലാം നമുക്കിവിടെ വരുന്നുണ്ട്. പാത്രങ്ങളും ഗ്ലാസ്സുകളൊക്കെ എല്ലാം വയ്ക്കാൻ കഴിയുന്ന നല്ല ഒരു ഏരിയ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു കിച്ചൺ സൈഡിൽ നിന്ന് വെളിയിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വർക്ക് ഏരിയ നമുക്ക് ലഭിക്കുന്നു. കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ഒരു സ്പേസ് തന്നെ നമുക്ക് ഈ ഒരു വെളി ഭാഗത്തൊക്കെ എല്ലാം ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് നല്ലൊരു അന്തരീക്ഷം, നാച്ചുറൽ ആയിട്ടുള്ള നല്ല ഒരു അറ്റ്മോസ്ഫിയർ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഭാഗത്തും ലഭിക്കുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പം ടോട്ടലായിട്ട് 5 റൂമാണ് വരുന്നത്. താഴെ 2 ബെഡ്റൂമും അതുപോലെ തന്നെ മുകളിൽ 3 ബെഡ്റൂമും. ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. ഇവിടെ നമുക്ക് 2x4 വെർട്ടിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് 12x10 ഒരു റൂമാണ് നമുക്ക് ഇവിടെ വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്ന ഒരു റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് വുഡിൽ തീർത്തിട്ടുള്ള നല്ലൊരു അലമാര, ഡബിൾ ഡോറുള്ള ഒരു അലമാര കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. നിങ്ങളുടെ തുണി കാര്യങ്ങളൊക്കെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നതിന് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു ഏരിയ കൂടിയാണ് നമുക്കിവിടെ വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ എല്ലാം നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഇന്റീരിയർ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തെല്ലാം ചെയ്തിരിക്കുന്നത്. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ റൂമിന് വരുന്നത്. കൂടാതെ നമുക്ക് ഈ ഒരു റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു. നമുക്ക് ഈ ഒരു ബാത്റൂം സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാം നമുക്ക് ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
നമുക്ക് ഹാളിൽ നിന്ന് കയറുമ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമുക്ക് 2x4 വെർട്ടിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് നല്ലൊരു ലൈറ്റ് കളറാണ് ഈ ഒരു റൂമിന് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇൻറ്റീരിയറൊക്കെ എല്ലാം വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ വരുന്നത് കേട്ടോ. കൂടാതെ അലമാരയിലേക്ക് വരുമ്പോൾ നമുക്ക് ഡബിൾ ഡോറോട് കൂടിയിട്ടുള്ള തടിയിലെ അലമാരയാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രമാണ് നമുക്ക് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നമുക്ക് നല്ല രീതിയിലുള്ളൊരു സ്പേസ് കിട്ടുന്ന ഒരു ബാത്റൂം ഏരിയ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മളെ ഒരു സ്റ്റെപ്പിന്റെ സൈഡ് വരുമ്പോൾ ഇവിടെ നമുക്ക് സെൻസർ ലൈറ്റ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ. ഈ ഭാഗത്തൊക്കെ എല്ലാം സെൻസർ ലൈറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നല്ലൊരു ഗ്ലാസ് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു ഓപ്പൺ സ്പേസ് കൂടി നമുക്ക് ഇവിടെ വരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് റൂമിലേക്ക് നല്ല രീതിയിലുള്ളൊരു ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട് കേട്ടോ. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു കിഴക്ക് ദർശനമായതുകൊണ്ട് തന്നെ നമുക്ക് സൂര്യപ്രകാശം ഡയറക്റ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ലഭിക്കും. നല്ലൊരു പോസിറ്റീവ് എനർജി കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നത്. നമുക്ക് ഈ ഒരു വീടിന്റെ മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ അതിവിശാലമായിട്ടുള്ള നല്ല ഒരു ഹാള് തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടുത്തെ ഇന്റീരിയർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഡിസൈനിലാണ് നമുക്ക് ഈ ഒരു ഇന്റീരിയർ കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്ത് വരുന്നു. കൂടാതെ ഇവിടുത്തെ 3 ബെഡ്റൂമാണ് മുകൾ ഭാഗത്ത് വരുന്നത്. ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തുമായിട്ടാണ് ബാക്കി 2 ബെഡ്റൂം വരുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ അതിവിശാലമായിട്ടുള്ള നല്ല ഒരു സ്പേസ് തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള അലമാര വരുന്നു. ഡബിൾ ഡോറോട് കൂടിയതാണ്, വുഡിൽ തീർത്തിട്ടുള്ളതാണ്. കൂടാതെ തന്നെ നമുക്ക് നല്ല ഒരു പെയിന്റിന്റെ കോമ്പിനേഷൻ വൈറ്റും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീൻ കളറുമാണ് നമുക്കിവിടെ വരുന്നത്. കൂടാതെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു. മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് വെളിയിലേക്ക് ഇറങ്ങുന്നതിനുള്ളൊരു എൻട്രി കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു എൻട്രി കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ 2x2 വെർട്ടിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ നല്ല രീതിയിലുള്ളൊരു ഗ്ലാസ് മെറ്റീരിയൽ കൊണ്ടുള്ളൊരു ഓപ്പണിങ് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്കിവിടെ വരുന്നുണ്ട്. ഇതിന് നമുക്കൊരു ബെഡ്റൂം ആയിട്ടാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹോം തിയേറ്റർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഈ ഒരു റൂമിനെ സെറ്റപ്പ് ചെയ്തെടുക്കാവുന്നതാണ്.
മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള മൂന്നാമത്തെ ബെഡ്റൂമാണിത്. ഇവിടെ നമുക്ക് 2x4 വെർട്ടിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഒരു 12x10 റൂമാണ് ഇവിടെ വരുന്നത്. ബേസിക് ആയിട്ടുള്ളൊരു വുഡിൽ തീർത്തിട്ടുള്ള അലമാര ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. കൂടാതെ തന്നെ ഇൻറ്റീരിയറൊക്കെ എല്ലാം നല്ല ഭംഗിയിലും കാര്യത്തിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു. ഇവിടെ എല്ലാം നമുക്ക് ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിങ്സിൻ്റെ എല്ലാം ക്വാളിറ്റി മെറ്റീരിയൽസ് ആയിട്ടുള്ള ജാഗോറിൻ്റെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മുകൾ ഭാഗത്തെ ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ള ഒരു ബാൽക്കണി സ്പേസ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് കഴിയുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല ഒരു വ്യൂ തന്നെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ എല്ലാം നല്ല വീട് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. കൂടാതെ തന്നെ നല്ലൊരു വ്യൂ ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ജാളി ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഇവിടുത്തെ ഒരു ഗ്രീനറി ആയാലും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെ ഒരു വ്യൂ ഒക്കെ ആയാലും വളരെ മനോഹരമായിട്ടാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. എന്തായാലും ടെക്നോ പാർക്കിന് സമീപമായിട്ടുള്ള നമ്മുടെ ഈ ഒരു 5 BHK അടങ്ങിയിട്ടുള്ള വീട് വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഈ ഒരു വീടിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. കൂടാതെ നിങ്ങളൊരു ലാൻഡ് ഓണർ ആയിക്കോട്ടെ, ഒരു ഹൗസ് ഓണർ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വസ്തു എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.